ഇന്നത്തെ നമ്മുടെ റമദാൻ അക്രോസ് ദി വേൾഡിൽ നമ്മോടൊപ്പം ചേരുന്നത് അജ്സൽ ബിൻ ഫൈസലാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നത് UK-യിൽ നിന്നാണ്, യുണൈറ്റഡ് കിങ്ഡം. അതെ. അദ്ദേഹം അവിടെ മെഷീൻ ലേണിംഗ് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യാണ്. ഏതായാലും നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ പീസ് റേഡിയോക്ക് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് അജിസൽ വിശേഷങ്ങൾ? അൽഹംദുലില്ലാഹ്, സുഖം തന്നെ, ഇങ്ങനെ പോകുന്നു. അൽഹംദുലില്ലാഹ് തൊയ്ബ്. അജിസലായിരുന്നല്ല ഞാൻ ഇപ്പോൾ അറിയണം കേട്ടോ. ഇവനെ നമുക്ക് കാലങ്ങളായിട്ട് പരിചയമുള്ള ഒരാളാണ്. മാഷാ അല്ലാ, അങ്ങനെ പരിചയമുണ്ട് അല്ലേ? കോഴിക്കോട് പല പരിപാടികൾക്കും അതുപോലെ മീഡിയന്റെ വർക്കുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് കുറെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ അല്ലേ. എന്താ നല്ല ക്ഷീണുണ്ടോ അവിടെ? എങ്ങനെയാണ് നോമ്പിന്റെ വിശേഷങ്ങളൊക്കെ? അൽഹംദുലില്ലാഹ്, കുഴപ്പമില്ല. ഇങ്ങനെ എന്താ പറയാ, ആദ്യമൊക്കെ ചെറിയ സമയമായിരുന്നു. ഇവിടെ ഡേ നൈറ്റ് ആദ്യം കുറവായിരുന്നു, ഇപ്പൊ ഡേ നൈറ്റ് കൂടി വരുന്നുണ്ട്. സമയമായിട്ട് എങ്ങനെയാണ് ഇപ്പൊ നാട്ടിലത്തെ കറക്റ്റ് സമയം പോലെ ആവുന്നുണ്ട്. അതായത് നാട്ടിലത്തെക്കാട്ടിയും കുറച്ച് കുറവായിരുന്നു ഫസ്റ്റില്. ഇപ്പം നാട്ടിലത്തെ അതേ സമയം പോലെ ആയി വരുന്നു. രാവും പകലും ഒരേപോലെ സമയം വരുന്നുണ്ട് അല്ലേ? അങ്ങനല്ല, അതായത് നമുക്കിവിടെ ആദ്യത്തെ നോമ്പ് സ്റ്റാർട്ടിങ്ങിലൊക്കെ നൈറ്റ് ടൈം, ഡേ ടൈം കുറവായിരുന്നു, പകല് കുറവായിരുന്നു. അപ്പൊ പിന്നെ ഇതിങ്ങനെ ഇവിടുന്ന് ഇപ്പൊ സമ്മർ സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. സമ്മർ സീസൺ ആവുന്നതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ ഡേ ടൈം ഇങ്ങനെ കൂടിപ്പോരും, പകല് കൂടും. പകലോട്. അപ്പൊ ഇപ്പൊ നാട്ടിലുള്ള കറക്റ്റ് നോമ്പ് നോക്കുന്ന സമയം പോലെയാണ്. ഓക്കെ, ഇതിൽ ഒരു ചോദ്യം ചോദിക്കാനുള്ളതേ, എങ്ങനെയാണ് UK-യിൽ എത്തിയത്? എപ്പോഴാണ് എത്തിയത്? ഞാനും കൂടി അറിഞ്ഞിട്ടില്ല UK-യിൽ എത്തിയത്. എങ്ങനെയാണ് UK-യിൽ എത്താണ്ട സാഹചര്യം, അതൊന്ന് പറയാമോ? ഞാനിപ്പോൾ എത്തിയിട്ട് 2 കൊല്ലത്തിന്റെ അടുത്താവാനായി, 1.5 കൊല്ലം കഴിഞ്ഞു ഓൾറെഡി. ഇവിടെ സ്റ്റുഡന്റ് ആയിട്ടായിരുന്നു വന്നത്, പഠിക്കാൻ വന്നു, പഠനം കഴിഞ്ഞു, ഗ്രാജുവേറ്റ് ആയി. പിന്നെ കോഴ്സായിരുന്നു? ഞാന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സിൽ MSc. യൂണിവേഴ്സിറ്റി ഓഫ് എഡ്ഫഷെയർ. അപ്പൊ അവിടെ UK-യിൽ എവിടെയാണ് ഇപ്പോൾ കറക്റ്റ്? UK എന്ന് പറയുമ്പോൾ ഒരു പ്രോപ്പർ സെൻട്രൽ ലണ്ടനിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ജോലി എന്താന്നുള്ളത് നമ്മള് ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടുതൽ പറയാവുന്ന, ഞാന് ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പൊ ഒരു ഇന്റേൺഷിപ്പ് മാതിരി ഒരു മെഷീൻ ലേണിംഗ് ഇന്റേൺഷിപ്പ് ആയിട്ട് ചെയ്തതാണ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിംഗിന്റെ ഒരു ഇന്റേൺഷിപ്പ് ചെയ്തതാണ്. ഇനിയിപ്പോ ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിട്ട് ജോബ് തേടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ റമദാനിലെ നമ്മുടെ ഡെയിലി ലൈഫ് എങ്ങനെയാണ് മാനേജ് ചെയ്യണത്? ഇങ്ങനെ രാവിലെ മുതൽ അത്താഴം മുതൽ, അല്ലെങ്കിൽ സമയം എങ്ങനെയാണ് ക്രമീകരണം എന്നുള്ളതെന്ന് പറയാമോ? സമയം ഇവിടെ ഇന്നത്തെ സമയം 4:32 ബാങ്ക് കൊടുക്കും, സുബഹി ബാങ്ക് കൊടുക്കും. ഏകദേശം നമ്മളതേ സമയമാണല്ലോ അല്ലേ? അതെ അതെ, നാട്ടിലതേ സമയം. നമുക്ക് 5 ഒരു മണിക്കൂർ, 5:20. നോമ്പ് തുറന്ന് അറിയുമ്പോ 6:05 6:10 അതിന്റെ ഉള്ളില് നോമ്പ് പറയും. എങ്ങനെ അവിടെ മലയാളികൾ എങ്ങനെയുണ്ട്? ഒരുപാടുണ്ടോ? ഒരുപാടുണ്ട്. അതിന് നോമ്പ് തുറക്കുള്ള സെറ്റപ്പ് ഒക്കെ സ്വന്തം ഉണ്ടാക്കലാണോ, അതോ അവിടെ അടുത്ത് എന്തെങ്കിലും കൂട്ടായ്മകളോ പള്ളിയോ എന്തെങ്കിലും കാര്യങ്ങളോ? നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, ചോറുള്ള പള്ളി, ലണ്ടനിലെ ചോറുള്ള പള്ളി. അതെ, അപ്പൊ അതിലിങ്ങനെ അപ്ഡേറ്റ് കാര്യങ്ങൾ വരും. ചോറുള്ള പള്ളിയിലുണ്ടെങ്കിൽ പള്ളി ഗ്രൂപ്പിലാവുമ്പോ ടൈം ആവുമ്പോ അങ്ങോട്ട് പോയാല് നല്ല ഫുഡ് കിട്ടും, നല്ല ഭക്ഷണം കിട്ടും. എന്തൊക്കെ ഭക്ഷണങ്ങളാണ് സാധാരണ പള്ളികളിൽ ഉണ്ടാവാറുള്ളത്? സാധാരണ അധികവും ചോറുണ്ടാവും. ഐ മീൻ നമ്മളെ മന്തി, മജ്ബൂസ്, അങ്ങനത്തെ ഒരു തരം ചോറുകൾ, അറേബ്യൻ റൈസുകൾ അധികം ഉണ്ടാവില്ല, ബിരിയാണി. ശരി. മലയാളികളൊക്കെ എങ്ങനെയാണ്? അവരുടെ ജോലികളൊക്കെ ഏത് ഫീൽഡുമായി ബന്ധപ്പെട്ടാണ് അധികം വരുന്നത്? ഇവിടെ അധികം വന്നതും പഠിക്കാനായിട്ട് വരുന്ന സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളാണ് അധികം ഉള്ളത്. അത്
അതെ. പിന്നെ റാൻഡമായിട്ട് കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പഠന മീൻസ് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം വിസയും കാര്യങ്ങളൊക്കെ കിട്ടി വരുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉം. അവിടെ ഇപ്പോൾ റൂം എങ്ങനെയാണോ, ഒറ്റക്കൊരു റൂമാണോ അതോ ഫ്രണ്ട്സ് സർക്കിളിൽ അങ്ങനെയാണോ? അല്ല, നമ്മളൊരു ഫ്ലാറ്റ് പോലെ എടുത്തതാണ്. അപ്പൊ നമ്മള് 6 ആൾക്കാരുണ്ട്. ഉം. 3 BHK ഓ റൂമാണ്. അപ്പോൾ നാട്ടിൽ നിന്നുള്ള സുഹൃത്തുക്കൾ കൂടെ ഉണ്ടോ? ഉണ്ട് ഉണ്ട്. മലയാളീസുകൾ ഒരുമിച്ച് നാട്ടിലുള്ള തന്നെയാണ് അവിടെ അല്ലേ? മല അതെ, നമുക്ക് മലയാളീസ് തന്നെ ശരിയാവുന്നുണ്ടോ? ഭക്ഷണം അവിടെ റൂമിൽ ഉണ്ടാക്കാറുണ്ടോ അതോ? റൂമിൽ ഉണ്ടാക്കാറുണ്ട്. ഉം. അധികവും പിന്നെ ഇപ്പോഴത്തെ സമയത്ത് നോമ്പറക്കാൻ പള്ളിയിൽ പോകുമ്പോ പിന്നെ അവിടുന്ന് കഴിച്ചു. ഓക്കെ. പിന്നെ അവിടുന്ന് അത്താഴത്തിന്റെ സമയത്ത് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് ഓട്സോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് റെഡിയാക്കും. എങ്ങനെ അവിടെ അങ്ങനെയാണ് പള്ളികളൊക്കെ അങ്ങനെ അടുത്ത് ഉണ്ടോ? കൂടുതലായിട്ടുണ്ടോ? സൽഫി പള്ളികൾ അങ്ങനെയൊക്കെ ഉണ്ടോ? പള്ളികളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഓ ഇവിടെ അനങ്ങിയ പള്ളികളാണ്. നമ്മൾ നിൽക്കണ ഓരോ സ്ഥലത്തും പള്ളികളുണ്ട്. നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ എല്ലാ സ്ഥലത്തും പള്ളികളുണ്ട്. ഈ ലണ്ടൻ സൈഡില് അത്രയും കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഉണ്ട്. ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്പേസില് വലിയ നിസ്കാരമൊക്കെ, ഐ മീൻ അത്രയും മുസ്ലിങ്ങളുണ്ട് ഉം, ഉം, ഉം. ഇപ്പോഴത്തെ ഒരു ഇതില്. അങ്ങനെ തറാവീഹ് നമസ്കാരം അതോ ഖിയാമുൽ ലൈലുകളൊക്കെ പള്ളികളിൽ നടക്കാറുണ്ടോ? ക്യാമലയില് നടക്കാറുണ്ട്. രാത്രി സമയം 1:30 ഇവിടെ 2 മെയിൻ വലിയ പള്ളികളാണുള്ളത്. ആ. ഈസ്റ്റ് ലണ്ടൻ മോസ്കും സെൻട്രൽ ലണ്ടൻ മോസ്കും. ഉം. അതും രണ്ടും ഒരു വലിയ പള്ളികളാണ്. അപ്പൊ അവിടെ 2 സമയം 1:30 തുടങ്ങിയിട്ട് 3 മണി 3:15 വരെയൊക്കെ ഉണ്ടാവലുണ്ട് ഈ ഓക്കെ. നാട്ടിലെ ക്യാമലയില്. അപ്പം അവിടെ 27 രാവിലെ അത്രയും ആൾക്കാര് അത്രയും ആൾക്കാരുണ്ടായിരുന്നു ക്യാമലയിൽ നിസ്കരിക്കാൻ. ഉം, ഉം. ഓക്കെ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ നാട്ടിലുള്ളൊരു നോമ്പും അവിടുത്തെ നോമ്പിൻ്റെ ഒരു സാഹചര്യം, ഇപ്പോൾ അത് ഇനി ഭക്ഷണത്തിൻ്റെ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങനെ ഒരു സമൃദ്ധമായൊരു നോമ്പുത്തറകൾ അങ്ങനെയൊക്കെ അവിടെ നടക്കുമോ നാട്ടിലത്തെ ഒരു രൂപത്തിൽ? നമ്മളെ നാട്ടിലുള്ള പോലെ നടക്കുന്ന നമ്മള് ചെക്കന്മാരെല്ലാവരുടെയും ഒരു നോമ്പ് തുറ നടത്തും. ഇപ്പം കൂടുതൽ ആൾക്കാരെ ക്ലാസ്സിൽ ഐ മീൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അവരെല്ലാരെയും ഇങ്ങനെ വിളിച്ചിട്ട്, അറിയുന്ന ആൾക്കാരെയൊക്കെ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചിട്ട് ഒരു നോമ്പ് തുറ നമ്മള് കഴിഞ്ഞ കൊല്ലം നടത്തിയിരുന്നു. അതിൽ ഏകദേശം നമ്മളെ 10 ആൾക്കാര് ചേർന്നിട്ട് 55 ആൾക്കാരെ നോമ്പ് ഉറപ്പിച്ച് കഴിഞ്ഞ കൊല്ലം. മാഷാ അല്ലാ. അത് ശരി. അത് റാൻഡമായിട്ട് നമ്മളൊരു പാർക്കിന്നൊക്കെ സെറ്റ് ചെയ്ത് ലൈറ്റൊക്കെ വെച്ചിട്ട് ആ, ആ. നല്ല രൂപത്തിൽ നമ്മൾ സെറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഈ പ്രാവശ്യത്തേക്ക് നോക്കുമ്പോ എല്ലാരും ജോലി തിരക്ക് അങ്ങനെ ആയിപ്പോയി. ആരെയൊന്നും ലീഡ് ചെയ്ത് നിങ്ങൾ തന്നെ ആയിരുന്നോ? അതെ, നമ്മൾ തന്നെ ആയിരുന്നു ലീഡ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് ഫണ്ടൊക്കെ സെറ്റാക്കും അല്ലേ? അതെ 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 അതെ. നാട്ടിലത്തെ മാതിരി നമ്മള് തന്നെ 10 അല്ലേ? ആൾക്കാരും കൂടി നാട്ടുകാർ തന്നെ. പക്ഷെ നാട്ടിൽ നിന്ന് പറയുമ്പോ കുടുംബക്കാരും എല്ലാവരും ഉണ്ടാവില്ലേ. ഇത് നമ്മള് ചെക്കന്മാര് നാട്ടിലുള്ള എല്ലാവരും, അല്ലെങ്കിൽ അറിയാവുന്ന കൂട്ടുകാര് മലയാളീസ് അല്ല മീൻസ് മുസ്ലിങ്ങള്, മലയാളീസ് അല്ല മുസ്ലിങ്ങള് എല്ലാവരും ഉണ്ടാവലുണ്ട്. അതില് പാകിസ്ഥാനി മുസ്ലിംസ്, ബംഗ്ലാദേശി മുസ്ലിംസ്, ഇവിടെയുള്ള ആൾക്കാര് എല്ലാവരും വെച്ചിട്ടൊരു വലിയൊരു നോമ്പ് നടത്തിയിരുന്നു കഴിഞ്ഞ കൊല്ലം. ഇപ്രാവശ്യം അങ്ങനെ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. തിരക്ക് കൂടിയില്ലേ? ഇപ്പോൾ അവിടെ എല്ലാരും കൂടി 28ാമത്തെ നോമ്പാണോ ഇന്ന്? അതെ, ഇന്ന് 28ാമത്തെ നോമ്പാണ്. ഓക്കെ. അപ്പോൾ സമയം എത്രയായി അവിടെ? ഇവിടെ 5:29 22 ഇപ്പൊ ഇപ്പൊ വൈകുന്നേരം. 12 മണിയാവാൻ കുറച്ച് സെക്കൻഡുകൾ മാത്രം. ഉച്ചക്ക് ഉച്ചക്ക് 12. യെസ്. ഓക്കെ. അല്ല, നാട്ടിലെവിടെയെന്ന് പറഞ്ഞത്? നാട്ടിൽ ചോദിച്ചില്ല. നാട്ടില് കോഴിക്കോട് കോഴിക്കോട് കാരപ്പുറമ്പ് മണ്ഡലം. കാരാപ്പുറം മണ്ഡലം. ആണല്ലേ? ആ കാരാപ്പറമ്പ് പറയുമ്പോൾ കാരപ്പുറം നമ്മളെ വീട്ടിൽ കാരാപ്പറമ്പ്, ആ കാരാപ്പറമ്പാണോ? ഇക്ര ഹോസ്പിറ്റലൊക്കെ ഉള്ള കാരപ്പുറമ്പില്ലേ, എരഞ്ഞിപ്പാലം ഇക്ര യെസ് ഹോസ്പിറ്റൽ, യെസ് യെസ്. കാരപ്പുറമ്പ്. കാരാപ്പറമ്പല്ല, കാരപ്പറമ്പ്. കാരപ്പറമ്പ് അല്ലേ? കാരപ്പുറമ്പ്. യെസ്. പിന്നെ അവിടെ നമ്മളിപ്പോൾ ഫാമിലീസൊക്കെ ആയിട്ട് മലയാളീസൊക്കെ കുറേ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെ മദ്രസ സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ? ഉണ്ടോ? ഇവിടെ ഉണ്ട് ഉണ്ട്. ഓൺലൈനിലാണ്
മദ്രസകളുള്ളത്. നമ്മളെ അതില് നാട്ടിലത്തെ സിസ്റ്റം അല്ല. ബ്രിട്ടീഷ് ഇസ്ലായി സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ഉണ്ട് മുസ്ലിംസിന്റെ. അവരെ കീഴിലാണ് ഇപ്പം മദ്രസ ഒരുപാടുണ്ട്. അല്ലാണ്ട് ആൾക്കാർ പേഴ്സണലായിട്ട് എടുക്കുന്നതും ഒക്കെ മദ്രസ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു ഇതിന്റെ അടിയിൽ പോകുന്നത് പറയുമ്പോൾ അത്യാവശ്യം ബ്രിട്ടീഷ് ഇസ്ലായി സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു കമ്മ്യൂണിറ്റിന്റെ അടിയിലാണ് പോകുന്നത്, മലയാളീസിന്റെ. നമ്മൾ ദുബായിലൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഇന്ത്യൻ സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ സംഗതികളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അതേപോലെ നമ്മളിവിടുത്തെ പിന്നെ സിലബസ് പോലെയുള്ള സംഗതികൾ മദ്രസ അങ്ങനെ അവിടെ ഉണ്ടോ? അവര് ഫോളോ ചെയ്യുന്ന സിലബസ് ഏതാന്നുള്ള കറക്റ്റ് എനിക്കറിയില്ല. കാരണം ഞാനതില് എനക്കൊരു അവസരം വന്നിരുന്നു ക്ലാസ് എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അന്ന് ആ സമയത്ത് അവര് എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിലേ വന്നിട്ട് ആ ഒരു ചാൻസ് പോയി. നമ്മുടെ ഇവിടെ ശ്രോതാക്കൾക്കും അല്ലാണ്ട് അവസരമുണ്ട്. യുകെയില് അവസരങ്ങളുണ്ട്. യുകെയിലും മദ്രസ പഠിപ്പിക്കാൻ നല്ല അവസരങ്ങളുണ്ട്. കാരണം ഇവിടെ സ്റ്റുഡൻസിന് പിന്നെ മറ്റേ അറിയാ ബംഗ്ലാദേശീസ്, ഇവിടെ അധികം ബംഗ്ലാദേശി മദ്രസകളും അങ്ങനെയുള്ള മദ്രസകളാണ് ഉള്ളത്. മലയാളി കമ്മ്യൂണിറ്റി ആയിട്ട് നടത്തുന്ന മദ്രസകളില്ല. അവിടെ ഫാമിലി ആയിട്ടുള്ള താമസം നിങ്ങളെ ഏരിയയിൽ കുറവാണോ? മലയാളീസ് മുസ്ലിങ്ങൾ ഫാമിലി ആയിട്ടുള്ള താമസം? നമ്മളെ ഏരിയ എന്ന് പറയുമ്പോ എല്ലാരും മിക്സ് ആയിട്ടുള്ള മലയാളീസ് ഇല്ല. ഐ മീൻ മലയാളീസ് കുറഞ്ഞൊരു ഏരിയ ആണ് നമ്മളത് ഇപ്പൊ നിൽക്കുന്നത്. ഇങ്ങനെ മലയാളീസ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളെ ഫ്ലാറ്റിൽ തന്നെ നമ്മളെ റൂം മാത്രമേ മലയാളീസ് ഉള്ളൂ. ഐ മീൻ നമ്മളെ വീട് മാത്രമേ മലയാളീസ് ഉള്ളൂ. ഒരു ഏരിയയിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ആരെ. ഫാമിലി ഉണ്ട്, ഫാമിലി ഇഷ്ടംപോലെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അവിടെ ഫീഡ്ബാക്ക് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. നസീഹ തിരുവമ്പാടി, അവിടെ ജുമാ ഖുതുബ എങ്ങനെയാണ്, അവിടുത്തെ സംവിധാനം എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അറബിയിലാണോന്ന് ചോദിക്കും. അല്ല, ഇവിടെ ഇംഗ്ലീഷിലാണ് കുത്തുകൊണ്ടായിട്ട്. നമ്മളെ നാട്ടിലത്തെ ഒരു സലഫി ഒരു ടച്ചിലുള്ള ഇതാണ് ഉണ്ടാവല്. അറബിയിൽ ഉണ്ടാവലുണ്ട്. അറബിയില് മീൻസ് നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ അറബി, ഇംഗ്ലീഷ്. അതുപോലെ മാഷാ അല്ലാഹ് 1 രൂപ പോലും ചെലവില്ലാതെ ഇന്ന് യുകെയിൽ തന്നെ അൽഹംദുലില്ലാഹ് എന്ന് ഒരാള് പ്രതികരിക്കുന്നുണ്ട് അല്ലേ? അദ്ദേഹം യുകെയിൽ എവിടെയാന്നുള്ളതൊന്നും കൂടി പറഞ്ഞാല്. അതെ. അപ്പോൾ അത് ഒരാള് പിന്നെ ഫീഡ്ബാക്കിൽ അയച്ചതാണ്. 1 രൂപ പോലും ചെലവില്ലാതെ ഇന്ന് യുകെയിൽ തന്നെ അൽഹംദുലില്ലാഹ് എന്നൊന്ന് അദ്ദേഹം അവിടെയാണെന്ന് തോന്നുന്നു പ്രതികരിച്ച ആള്. അങ്ങനെയാണെന്നാണ് മനസ്സിലാവുന്നത്. ഓരോരുത്തർ പല രൂപത്തിലും എത്തിപ്പെടുന്നുണ്ടാവുമല്ലോ. ടൂറിനോ അല്ലെങ്കിൽ മറ്റു പിന്നെ ഫാമിലി സുഹൃത്തുക്കളോ ഒക്കെ ജോലി ചെയ്യുന്ന ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ എത്തിപ്പെടുമല്ലോ. ചിലപ്പോൾ അർത്ഥത്തിലൊക്കെ ആയിരിക്കാം. അതുപോലെ ഏതായാലും അവര് പെരുന്നാള് ആയല്ലോ. പെരുന്നാള് വ്യാഴോ വെള്ളിയോ മാസം കാണുന്നതിനനുസരിച്ചല്ലേ? അതെ. അപ്പോ എങ്ങനെയാണ് പെരുന്നാൾക്കുള്ള ഒരുക്കങ്ങള്, എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? പെരുന്നാളിന്റെ ഒരുക്കം നമ്മള് ഇവിടെ ഒരു സെൻട്രൽ ലണ്ടൻ മോസ്ക് എന്ന് പറഞ്ഞ ഒരു പള്ളിയിൽ കൂടണമെന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കാറുണ്ടോ? നടക്കാറുണ്ട്. അതായത് ഇവിടെ സെൻട്രൽ ലണ്ടൻ മോസ്ക് എന്ന് പറയുമ്പോൾ രാവിലെ തുടങ്ങിയിട്ട് 5 ഈദ്ഗാ നടക്കലുണ്ട്. അതായത് ളുഹറിന്റെ കുറച്ച് മണിക്കൂറുകൾ മുമ്പ് വരെ ഈദ്ഗാ നടക്കലുണ്ട്. അത് തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാവും അല്ലേ? ഇങ്ങനെ കുറച്ച് ആളുകൾ അത്രയും ക്രൗഡ് ഉണ്ടാവലുണ്ട്. ആ ഒരു 5 നടക്കാനുള്ള ആ വലിയ പള്ളിയിൽ 5 നടക്കാനുള്ള ക്രൗഡ് ഉണ്ടാവലുണ്ട്. ഏതായിരുന്നാലും നല്ലൊരു ജീവിക്കാനും നമ്മളെ വിശ്വാസവും ആശയങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾക്കൊന്നും യാതൊരു പ്രയാസങ്ങളും ഇല്ല. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളുടെ പരിചയത്തിലുള്ള പ്രവാസികളുടെ അല്ലെ, വിവിധ രാജ്യങ്ങളിൽ ഉള്ള GCC കൺട്രീസിനപ്പുറത്ത് ലോകത്തുള്ള ഒരുപാട് കൺട്രീസിലുള്ള ആളുകൾ ഉണ്ടാവും. അവരുടെ കോണ്ടാക്ട് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാം, ശ്രോതാക്കൾക്ക് വേണ്ടി അവർ ഫീഡ്ബാക്കിൽ അക്രോസ് ദി വേൾഡ് എന്ന ഓപ്ഷൻ വഴി നമുക്കുമായി പങ്കുവെക്കാം. അവരെ ഇൻഷാ അല്ലാഹ് റമദാൻ അക്രോസ് ദി വേൾഡിൽ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്യാം. എന്തായാലും നമ്മളെ ഈ അക്രോസ് ദി വേൾഡ്
ഇൻഷാല്ലാ നമുക്ക് ഇപ്പോൾ ഇതുവരെ നമ്മളിപ്പം പങ്കെടുത്തത് അജ്സൽ ബിൻ ഫൈസലാണ്. ഏതായിരുന്നാലും ശുക്രൻ ജസാക്കല്ല. നമ്മളോടൊപ്പം ഈ ഒരു സമയം വരെ ശ്രോതാക്കൾക്ക് വേണ്ടിയും നമുക്ക് ഒക്കെ വേണ്ടിയിട്ടൊക്കെ ഈ ലൈവിൽ വരാൻ സാധിച്ചതിലും വിശേഷങ്ങൾ പങ്കുവെച്ചതിലും പീസ് റേഡിയോയുടെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇൻഷാല്ലാ പ്രാർത്ഥനയിലുണ്ടാകണം. അസ്സലാമു അലൈക്കും ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.